ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ഗുരുതരവും ലഘുവുമായ രോഗങ്ങളിൽ 56.4% കാരണം അനാരോഗ്യകരമായ ഭക്ഷണമാണെന്ന് കണ്ടെത്തൽ. പോഷകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനും പൊണ്ണത്തടി, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ തടയുന്നതിനുമായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് 17 ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ആരോഗ്യകരമായ ഭക്ഷണക്രമവും ശാരീരിക പ്രവർത്തനങ്ങളും ഹൃദ്രോഗം, രക്തസമ്മർദ്ദം എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്നും ടൈപ്പ് 2 പ്രമേഹത്തെ 80% വരെ തടയുമെന്നും ആരോഗ്യ ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ (NIN) വ്യക്തമാക്കുന്നു. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിലൂടെ അകാല മരണങ്ങൾ തടയാൻ കഴിയുമെന്നാണ് ICMR പറയുന്നത്. പഞ്ചസാരയും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം, കുറഞ്ഞ ശാരീരിക പ്രവർത്തനങ്ങൾ, മൈക്രോന്യൂട്രിയന്റ് അപര്യാപ്തത, അമിതഭാരം, വിവിധതരം ഭക്ഷണങ്ങളിലേക്കുള്ള പരിമിതമായ പ്രവേശനം എന്നിവ സ്ഥിതി കൂടുതൽ വഷളാക്കുന്നുവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഉപ്പ്, എണ്ണ, കൊഴുപ്പ്, പഞ്ചസാര എന്നിവയുടെ അനിയന്ത്രിതമായ ഉപയോഗം നിരവധി പേർക്ക് രോഗങ്ങൾ സമ്മാനിക്കുന്നു. ഉപ്പ് കഴിക്കുന്നത് പരിമിതപ്പെടുത്തണമെന്നാണ് മുന്നറിയിപ്പ്. എണ്ണയും കൊഴുപ്പും കുറച്ച് ഉപയോഗിക്കാനും ശരിയായ വ്യായാമം ചെയ്യാനും പഞ്ചസാരയും അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളും കുറയ്ക്കാനും NIN അഭ്യർത്ഥിച്ചു. പൊണ്ണത്തടി തടയാൻ ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും നല്ല ഭക്ഷണത്തിലേക്ക് മാറണമെന്നുമാണ് നിർദ്ദേശം. ICMR NIN ഡയറക്ടർ ഡോക്ടർ ഹേമലത R നേതൃത്വം നൽകുന്ന വിദഗ്ധരുടെ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് ഇന്ത്യക്കാർക്കുള്ള ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവ ഒന്നിലധികം ശാസ്ത്രീയ അവലോകനങ്ങൾക്ക് വിധേയമായാണ് പുറത്തുവിട്ടത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യക്കാരുടെ ഭക്ഷണശീലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇതുമൂലം സാംക്രമികേതര രോഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബഹൽ പറഞ്ഞു. പോഷകാഹാരക്കുറവിന്റെ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ത്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ രീതിക്ക് ഈ മാർഗനിർദ്ദേശങ്ങൾ വളരെ പ്രസക്തമാണ്. കൃത്യമായ അളവിൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രായോഗിക പാഠങ്ങൾ, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടവ, ഭക്ഷണ ലേബലുകളുടെ പ്രാധാന്യം, മനുഷ്യപ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് ഉറപ്പുണ്ടെന്ന സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജനങ്ങളുടെ നല്ല പോഷകാഹാരവും ആരോഗ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ പൂർത്തീകരിക്കും. ഇന്ത്യക്കാർ കൂടുതൽ ആശ്രയിക്കുന്നത് ധാന്യങ്ങളെയാണ്. സാംക്രമികേതര രോഗങ്ങളെ പരാമർശിച്ച് 5 മുതൽ 9 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ 34% പേരും ഉയർന്ന ട്രൈഗ്ലിസറൈഡുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് NIN പറഞ്ഞു. സമീകൃത ആഹാരത്തിൽ ധാന്യങ്ങളിൽ നിന്നും തിനകളിൽ നിന്നും 45%-ൽ കൂടുതൽ കലോറിയും പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, മാംസം എന്നിവയിൽ നിന്നുള്ള കലോറിയുടെ 15%-വും അടങ്ങിയിരിക്കുന്നത്. ബാക്കിയുള്ള കലോറി അണ്ടിപ്പരിപ്പ്, പച്ചക്കറികൾ, പഴങ്ങൾ, പാൽ എന്നിവയിൽ നിന്ന് ലഭ്യമാകുമെന്ന് മാർഗനിർദ്ദേശങ്ങൾ പറയുന്നു. പരിമിതമായ ലഭ്യതയും പയറുവർഗ്ഗങ്ങളുടെയും മാംസത്തിന്റെയും ഉയർന്ന വിലയും കാരണം ഇന്ത്യൻ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ധാന്യങ്ങളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നതെന്ന് NIN പറഞ്ഞു. ഇക്കാരണത്താൽ അവശ്യ മാക്രോന്യൂട്രിയന്റുകളും അമിനോ ആസിഡുകളും ഫാറ്റി ആസിഡുകളും മൈക്രോന്യൂട്രിയന്റുകളും കുറവാണ്. അവശ്യ പോഷകങ്ങൾ കുറഞ്ഞ അളവിൽ കഴിക്കുന്നത് ഉപാപചയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെറുപ്രായത്തിൽ തന്നെ ഇൻസുലിൻ പ്രതിരോധവും അനുബന്ധ തകരാറുകളും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ.